ഇന്ത്യ നിർമ്മിച്ചത് കോൺഗ്രസ് ആണെന്നാണ് അങ്ങ് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. സാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് എ.ഒ. ഹ്യൂമാണ് ഉണ്ടാക്കിയത് എന്നുണ്ടെങ്കിലും അത് ഒരു സംഘം ഭാരതീയരെല്ലാവരും കൂടി ചേർന്ന് ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിൻ്റെതായ മൂല്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് മുൻപോട്ട് പോയിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ടൊക്കെ പരിണമിക്കുന്നത് 1947 ശേഷമാണല്ലോ. 1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വതന്ത്രമാകുന്ന സമയത്ത്, ടെക്നിക്കലി സ്വതന്ത്രമാകുന്ന സമയത്ത് മഹാത്മാഗാന്ധി തന്നെ ആവശ്യപ്പെട്ടത് പൂർണ്ണ റിപ്പബ്ലിക് ആയിട്ടൊക്കെ മാറുന്ന 1950 മാത്രമാണല്ലോ. ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് പിരിച്ചുവിടണമെന്നാണ് അന്ന് മഹാത്മാഗാന്ധി തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചിട്ടുണ്ട്, RSSകാർ പ്രവർത്തിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഒരു സംഘടനകളുടെയും ഭാഗമല്ലാത്തവർ പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിവിധ ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്നവർക്കും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഉള്ള ഒരു പോരാട്ടത്തിനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം ആയിട്ട് നിലനിന്നതാണ്. നമ്മളോട് ഒന്നിച്ച് വന്നവരാണ്, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്, പുറകിൽ നിന്ന് ഒരുമിച്ച് വന്നെന്ന് കരുതി നമ്മൾ ഒരുപോലെയാണെന്ന് കരുതരുത്. എന്റെ ഒരു സെറ്റപ്പേ വേറെ. അതിനെ ജവഹർലാൽ നെഹ്റു ഒരു അവസരമായി കണ്ടു. അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി അദ്ദേഹം കൺവേർട്ട് ചെയ്തു. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി ഈ കോൺഗ്രസിന്റെ മുഴുവൻ ലെഗസി ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും ഞങ്ങളാണ് സ്വാതന്ത്ര്യം നേടിയത് എന്നുള്ള തലത്തിലേക്ക് മുമ്പോട്ട് പോവുകയും ചെയ്തു. അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. കാരണം അതുവരെയും കോൺഗ്രസിന്റെ ഭാഗമായി നിന്നിരുന്ന 1/4 നേതാക്കളും 90% നേതാക്കളും അതിനോടൊപ്പം തന്നെ നിലയുറപ്പിച്ചിരുന്നത് കൊണ്ട് ആ ലെഗസി തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് തന്നെ വരും. അതുകൊണ്ട് മാത്രം മറ്റുള്ളവരാരും ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് സാർ ശരിയാവുക? വാചകം പിടിച്ച് അണ്ണാക്കിലെ വെള്ളം പറ്റിക്കാതെ മറികണം. അതോർത്ത് തീ വിഷമിക്കേണ്ട, എന്റെ അണ്ണാക്കി ഇഷ്ടം പോലെ വെള്ളം സ്റ്റോക്ക് ഉണ്ട്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ മറ്റൊരു പേരിൽ മറ്റൊന്നുണ്ടാവുമായിരുന്നു. കാരണം ഭാരതം ഈ സാർ പറഞ്ഞല്ലോ മുഗളന്മാർക്കെതിരായിട്ട് മുഗളന്മാർ എത്ര വർഷം ഭരിച്ചു, മുഗളന്മാർ ഇത്ര വർഷം ഭരിച്ചു എന്ന് പറയുമ്പോൾ മുഗളന്മാർക്ക് കീഴടക്കാൻ കഴിയാതിരുന്ന അഹം സാമ്രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു, മറാഠ സാമ്രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു, വിജയനഗര സാമ്രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഭാരതം ഒരു കാലഘട്ടത്തിലും ആയുധം താഴെ വെച്ചിട്ടോ പരിപൂർണമായിട്ട് മാർക്ക് മുമ്പിൽ അടിയറോ പറഞ്ഞിട്ടോ ഇല്ല. ഭാരതത്തിന്റെ ഒന്നല്ലെങ്കിലും മറ്റൊരു പ്രദേശം സദാകാലവും പോരാടി തന്നെയാണ് നിലനിന്നിരുന്നത്. അല്ലാണ്ട് നിങ്ങൾ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരുന്നത് പോലെ മുഗളന്മാർ ഇവിടെ വന്ന് കയറി ഇറങ്ങിയിട്ട് പോയപ്പോൾ ബാക്കി എല്ലാവരും കൂടി കയ്യും കെട്ടി അങ്ങ് നോക്കി വെക്കുമൊന്നും അല്ലായിരുന്നു. 10-17 തവണ സോമനാഥ ക്ഷേത്രം ഇവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 17 തവണ അത് പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ചരിത്രം. 17 തവണ തകർത്തു എന്നുള്ളത് മാത്രമല്ല, 17 തവണയും അത് പുനർനിർമ്മിച്ചു എന്നുള്ളത് കൂടിയാണ് അതിന്റെ ചരിത്രം. ഇനിയിപ്പോ എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ. എന്തുകൊണ്ടാണ് രാമജന്മഭൂമിയിൽ 500 വർഷം പോരാട്ടം നടന്നതുകൊണ്ട് മാത്രമാണ് സാർ കോടതിയിൽ ആ 920 പേജ് ഉള്ള ജഡ്ജ്മെന്റ് ഉണ്ട്. ഒന്നെടുത്ത് പരിപൂർണമായിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മലയാള മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. അത് എങ്ങനെയാണ് ഒരു പള്ളിയായതെന്നോ അത് പള്ളിയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോന്നും ഒക്കെ ഉള്ള വിശദമായ ചർച്ചകൾ അവിടെ ഉണ്ട് സാർ. ഒരു കാലഘട്ടത്തിലും ഭാരതമോ ഭാരതീയരോ ഹൈന്ദവരോ ഒന്നും തന്നെ ഇവിടുത്തെ പോരാട്ടം അവസാനിപ്പിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് തെറ്റാണ്. സ്വാമി വിവേകാനന്ദനിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് കയറി വന്നിട്ടുള്ള ആൾക്കാരാണ് സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ഒക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈവൻ മഹാത്മാഗാന്ധി പോലും തന്നെ പറഞ്ഞിട്ടുണ്ട്. 1857 1-ാം സ്വാതന്ത്ര്യ സമരം ഇവിടെ നടക്കുന്ന സമയത്ത് ഝാൻസി റാണിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ 1-ാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ലായിരുന്നു സാർ. അന്നും ഭാരതം പോരാടിയിട്ടുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് 65 വർഷത്തെ ചരിത്രമൊന്നും അല്ല ഉള്ളത്, അതിന് ഒരുപാട് കാലഘട്ടത്തിലെ ചരിത്രമുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് അധിനിവേശം കടന്നു വന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് അതിനെതിരെ പോരാടിയ ഓരോരുത്തരും സ്വാതന്ത്ര്യ സമര സേനാനികൾ തന്നെയാണ്. അല്ലാണ്ട് 65 വർഷത്തെ കോൺഗ്രസിന്റെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എ.ഒ. ഹ്യൂം ഉണ്ടാക്കിയതിന് ശേഷമുള്ള കാലഘട്ടത്തിലേക്ക് ഇന്ത്യയുടെ മൊത്തം പിതൃത്വത്തിനെയും കൊണ്ട് കെട്ടരുത് സാർ. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അതിന് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രവും പഴക്കവും തഴക്കവുമുണ്ട്. പോരാട്ടങ്ങൾക്കും ആ വീര്യമുണ്ട്, പോരാട്ടങ്ങൾക്കും ആ പഴക്കമുണ്ട്. നിങ്ങൾ കുറെ ചരിത്ര പുസ്തകങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ 1947 ശേഷം ഉണ്ടാക്കി വെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ചരിത്രമാവില്ല.
പിന്നെ ISRO ഉണ്ടാക്കിയ കാര്യമൊക്കെ പറഞ്ഞു. ISRO ഉണ്ടാക്കിയ കാര്യത്തിനൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ നന്ദി പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ടാറ്റയോടും വിവേകാനന്ദനോടും നമ്മുടെ മൈസൂർ ഇദ്ദേഹത്തിനോട് വോഡയാർ രാജാവിനോടും ഒക്കെയാണ് നമ്മൾ ആദ്യം പോയി നന്ദി പറയേണ്ടി വരിക. നിങ്ങൾ ബാംഗ്ലൂരിൽ പോയിട്ട് IISc ക്യാമ്പസിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ക്യാമ്പസിൽ എന്നും സ്വാമി വിവേകാനന്ദന്റെ സ്റ്റാച്ചു ഉൾപ്പെടെ അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് എന്നുള്ളത് അതിന്റെ ചരിത്രവും അങ്ങ് ഒരുപാട് അറിവുള്ള ആളാണല്ലോ, അങ്ങ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങ് മനസ്സിലാവും. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. പിന്നെ ഈ നെഹ്റുവും അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളും ഒക്കെ കൂടി മറ്റേ വിദേശ നിർമ്മിത പ്രൈവറ്റ് ജെറ്റുകളിൽ ടൂറ് പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ തുമ്പയിൽ റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഭാഗങ്ങളുമായിട്ട് നമ്മുടെ പഴയ കാരിയർ സൈക്കിളിൽ അതിന്റെ പാർട്ടും തള്ളിക്കൊണ്ടുവരുന്ന കാഴ്ചകളൊക്കെ ഇന്നും ഫോട്ടോഗ്രാഫുകളായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ISRO ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് എടുത്തിട്ടുള്ള കഷ്ടപ്പാടുകൾ എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. 1947 മുതൽ 2025 വരെ ഇന്ത്യ ഭരിച്ച ഓരോ സർക്കാരുകൾക്കും ഇന്ത്യ മുൻപോട്ട് പോയതിൽ കൃത്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ 65 വർഷം കൊണ്ട് കോൺഗ്രസ് ഇവിടെ മലമറിച്ചു എന്നൊന്നും പറയരുത്. ഓരോ കാലഘട്ടങ്ങളിലും അതാത് കാലഘട്ടത്തിന് ചേരുന്നതോ ചേരാത്തതോ ആയിട്ടുള്ള നയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നയങ്ങളിൽ ചിലത് ഭാരതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട്, ചിലത് ഭാരതത്തെ പിന്നോട്ടടിക്കുവാനും വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യയെ എത്രമാത്രം പിന്നോട്ടടിച്ചിരുന്നു എന്നുള്ള കാര്യം 1990 ലിബറലൈസേഷൻ വന്നതിന് ശേഷം നമ്മൾ കണ്ടതാണ്. അപ്പോൾ 1947 മുതൽ 90 വരെ ഇന്ത്യയെ കൊണ്ട് കെട്ടിയിരുന്ന നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത്രയധികം പട്ടിണി ഇക്കാലത്തിലും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. അതില്ല എന്ന് നിങ്ങൾക്ക് പോലും പറയാൻ സാധിക്കില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കാരണം മൻമോഹൻ സിംഗ് ഇപ്പോൾ അന്തരിക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നിരിക്കുന്ന സാമ്പത്തിക വിപ്ലവത്തെ കുറിച്ചിട്ട് വാതോരാതെ പറഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഇന്ത്യ ഡെവലപ്പ് ആയ. മൻമോഹൻ സിംഗ് അത് കൊണ്ടുവരാനുണ്ടായ സാഹചര്യങ്ങളും അന്താരാഷ്ട്ര കരാറുകളും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഞാൻ ആ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ 1990 വരെയുള്ള അവസ്ഥയ്ക്ക് ആരായിരുന്നു കാരണം? അതും കൂടി നിങ്ങൾ പറയണ്ടേ? കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചില ഇടതുപക്ഷ പ്രൊഫൈലുകൾ നമ്മുടെ നാട്ടിൽ എഴുതി വിട്ടിരുന്ന ചില സാധനങ്ങളുണ്ട്. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. അതായത് നിങ്ങൾ ന്യൂയോർക്കിലേക്ക് പോയി നോക്കൂ, അവിടുത്തെ നദികൾ ഭംഗിയായാണ് ഒഴുകുന്നത്. നിങ്ങൾ പാരീസിലേക്ക് പോയി നോക്കൂ, അവിടുത്തെ നദികൾ ഭംഗിയായാണ് ഒഴുകുന്നത്. ഭാരതത്തിലേക്ക് വന്ന് നോക്കൂ, ഇവിടുത്തെ നദികളുടെയൊക്കെ അവസ്ഥ ഇതാണ്. കാരണം ഭാരതത്തിൽ ഇതിനെയൊക്കെ അമ്മയായി കാണുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. സത്യമാണ്, അവർ പറയുന്നത് കൊണ്ട് മാത്രം സത്യം അല്ലാണ്ടാവില്ലല്ലോ. അപ്പോൾ 1947 മുതൽ ഇതുവരെയും ഭാരതത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ഭാരതത്തിന്റെ ആത്മീയ ടൂറിസം എന്ന് പറയുന്ന ആ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ആ പൊട്ടൻഷ്യലിനെ ഒട്ടുമേ ഉപയോഗിക്കാതെ നമ്മുടെ പരിസരങ്ങളെ മുഴുവനും അത്രയധികം മലീമസമാക്കിക്കൊണ്ടും അതിനെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരണമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാതെയും സ്ലം ഡോഗ് മില്യണയറിൽ പറയുന്നത് പോലുള്ള ഒരു രാജ്യമാക്കി മാത്രം ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയെ അവതരിപ്പിക്കുവാനും മാത്രമാണ് എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് ശ്രമിച്ചിരുന്നത്. സഹിക്കാൻ പറ്റൂല. ഈ തറവാടിന്റെ അന്തസ്സിനെ കുറിച്ച് അവൻ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? 2014 നരേന്ദ്രമോദി വരേണ്ടി വന്നു ഇന്ത്യയിലെ 65% ജനങ്ങൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുവരെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ റെയിൽപാളങ്ങളിൽ നിരന്നിരിക്കുന്ന മനുഷ്യരായിരുന്നു കാഴ്ച. ഇവിടെ കേരളത്തിലുള്ള ആധുനിക മനുഷ്യർ ഉൾപ്പെടെ ആ പാവപ്പെട്ട മനുഷ്യരെയും അവിടുത്തെ സ്ത്രീകളെ പരിഹസിക്കുവാനല്ലാതെ ഒരു തവണ പോലും അതിന് പരിഹാരം കണ്ടെത്തണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ആരും തന്നെ. അവൻ പറഞ്ഞതിലും ചില കാര്യങ്ങളില്ലാതില്ല. ലോകം ഭാരതത്തിലേക്ക് വരുമ്പോ ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകൾ എങ്ങനെയാ കിടന്നിരുന്നത്? ഇന്ത്യയിലെ റെയിൽ ട്രാക്കുകൾ എങ്ങനെയാ കിടന്നിരുന്നത്? നമ്മൾ പണ്ട് ഇപ്പോ തിരുപ്പതിയിലേക്ക് പോകുന്ന സമയത്തായിരുന്നാലും ശരി തന്നെയാണ്. ഇപ്പൊ റെനിഗുണ്ട സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ കാളഹസ്തി ക്ഷേത്രത്തിലേക്ക് 2011 പോകുന്ന സമയത്ത് കാണുന്ന 2 വരിയിൽ നിരനിരയായിട്ടിരിക്കുന്ന മനുഷ്യരെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. രാവിലെ വെളുപ്പിന് 5-5:30 മണിയാവുന്ന സമയത്ത്. ആ സാഹചര്യത്തിൽ നിന്ന് ഭാരതം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഇന്ന് 40 കോടി പേര് ഇവിടെ വരുന്ന സമയത്ത് ആപ്പിളിന്റെ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ഉൾപ്പെടെ സനാതന ധർമ്മത്തിലേക്ക് വരുന്ന സമയത്ത് ഭാരതത്തിനെ അതിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യലിൽ ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭരണാധികാരി ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഭരണകൂടം ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ 10 വർഷത്തിലാണ് സാർ.
ഈ 10 വർഷത്തിൽ ചെയ്തിരുന്നത് പോലുള്ള പൊട്ടൻഷ്യൽ ഭാരതം എന്താണ് എന്ന് കൃത്യമായി ലോകത്തിന് മുന്നിൽ പ്ലേസ് ചെയ്യാനുള്ള ഒരു പരിശ്രമമെങ്കിലും നെഹ്റുവിന്റെ കാലം മുതൽ ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2014 ഇറങ്ങിപ്പോകുന്ന സമയത്ത് 26%, 30% പോവർട്ടി ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. വിവരം വേണം, വിവരം. കാരണം അത്രയേറെ ഭാരതം ബ്രാൻഡ് ചെയ്യപ്പെടുമായിരുന്നു. നിങ്ങളൊരു താജ്മഹലിലേക്ക് മാത്രം ഇന്ത്യയുടെ ടൂറിസത്തിനെ തളച്ചിട്ടിരുന്നിടത്ത് നിന്നാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം മുതല് മഹാബലിപുരത്തെ അത്ഭുതപാറ മുതല് ഈ ഭാരതത്തിന്റെ നൂക്ക് ആൻഡ് കോർണറിനെ ലോകത്തിന്റെ മുൻപിലേക്ക് തുറന്നിടുവാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങിപ്പോ പറഞ്ഞു ആധുനികമായ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. ആ ടെക്നോളജികൾ വന്നതുകൊണ്ടാണ് പുതിയ പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതെന്ന്. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ് അദ്ദേഹം ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത സമയത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? നിങ്ങൾ പരിഹസിക്കുകയായിരുന്നു. അത് ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഡിജിറ്റൽ ഇക്കോണമി കൊണ്ടുവരുന്ന സമയത്ത്, ലെസ് ക്യാഷ് ഇക്കോണമി കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? നിങ്ങളുടെ പഴയ സാമ്പത്തിക മന്ത്രിയാണ് പാർലമെന്റിനകത്ത് നിന്ന് പരിഹസിച്ചത്. ഇതൊക്കെ ആരോട് പറയാം? എന്താണ് മീൻ കച്ചവടക്കാരുടെ ഇതുണ്ടാവോ? മലക്കറി കച്ചവടക്കാരുടെ ഇതുണ്ടാവോ? മുറുക്കാൻ കടക്കാരുടെ ഇതുണ്ടാവോന്നു? ഉണ്ട് സാർ, ഇപ്പൊ ഉണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിങ്ങൾക്കതിന് അന്ന് പറ്റുന്നില്ലായിരുന്നു, ഞങ്ങൾക്കത് സാധിച്ചു. ഇപ്പൊ പറ ആരാ മണ്ടൻ? അപ്പൊ ഭാരതത്തിനെ കൃത്യമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സനാതന ധർമ്മത്തിനെ, ഹിന്ദു ധർമ്മത്തിനെ, ഭാരതത്തിന്റെ റിയൽ ആയിട്ടുള്ള ആത്മീയ പൊട്ടൻഷ്യലിനെ കൃത്യമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് 60-65 വർഷം ഭരിച്ച നിങ്ങളുടെ സർക്കാരുകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് പല അജണ്ടകൾ ഉണ്ടാവും. കാരണം നിങ്ങൾ ഭാരതത്തിനെ ആ രീതിയിൽ ലോകത്തിന്റെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ, ഭാരതത്തിന്റെ ആ പൊട്ടൻഷ്യലിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, സ്വാഭാവികമായും നിങ്ങളുടെ ഇതായിട്ടുള്ള ചില വോട്ട് ബാങ്കുകൾ നിങ്ങൾക്കെതിരാവും. അത് ഉറപ്പാണല്ലോ. അവിടെ നിങ്ങൾക്ക് ഇപ്പൊ കുംഭമേളയെ നിങ്ങൾ മുമ്പോട്ട് വെച്ചാല്, അല്ലെങ്കിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിനെ മുമ്പോട്ട് വെച്ചാല്, അജന്ത എല്ലോറയെ മുമ്പോട്ട് വെച്ചാല്, നിങ്ങൾക്ക് താജ്മഹലിന് അപ്പുറത്തേക്കുള്ള ഒരു ഭാരതത്തിനെ നിങ്ങൾക്ക് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പൊ കണ്ടല്ലോ, ഒരു സാധാരണ ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ പോലും അതിനെ തട്ടിമാറ്റിയിട്ട് നടന്നു പോയിട്ട് മറ്റ് പല രീതിയിലും പല വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ വ്രണപ്പെടുത്തും എന്നുള്ളത് കൊണ്ടും നിങ്ങൾക്ക് എപ്പോഴും ബാലൻസ് കീപ്പ് ചെയ്യണം. ഒരാൾ കൊന്തയിട്ട് നിൽക്കണം, ഒരാൾ നിസ്കാര തൊപ്പിയിട്ട് നിൽക്കണം, ഒരാൾക്ക് ശബരിമലയിലെ മാലയിട്ട് നിൽക്കണം. നിങ്ങൾക്ക് ഈ പറയുന്ന ലോ ക്ലാസ് അപ്പീസ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ഭാരതത്തിനെ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനകത്ത് അപ്രീസിയേഷൻ നരേന്ദ്രമോദി ഗവൺമെന്റിന് കിട്ടുന്നുണ്ട്. അതിന്റെ അകത്തുള്ള വിരളി പിടിച്ചിട്ടുള്ള ബഹളം മാത്രമാണ് മല്ലികാർജുൻ ഖാർഗെയുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. അതിന് മരുന്നില്ല സാർ. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു.